അയ്യോ ഈ പരസ്യം കാരണം ഫോൺ നോക്കാൻ പറ്റുന്നില്ലേ എന്ന് പറയുന്നവർക്ക് വേണ്ടിയുള്ള വീഡിയോ ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അതായത് ഗൂഗിളിലുള്ള ഏതെങ്കിലും ഒരു സെറ്റിംഗ്സ് മാറ്റിയെന്ന് പറഞ്ഞു പരസ്യം വരാതാവില്ല, പരസ്യങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അതായത് നമ്മൾ കറക്റ്റ് ആയിട്ട് ഒരു 5-6 സെറ്റിംഗ്സുകൾ ഫോണിൽ മാറ്റിയാൽ മാത്രമേ ഈ 95% പരസ്യങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റുകയുള്ളൂ. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഇതെല്ലാം വ്യക്തമായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇത്തരം വീഡിയോയിലേക്ക് വേണ്ടി ഈ അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതിനു വേണ്ടി ആദ്യമായി നിങ്ങൾ നിങ്ങളുടെ ഫോണിലുള്ള സെറ്റിംഗ്സ് ആപ്പ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഈ ബ്രൗസറിൽ DNS എന്നൊന്ന് ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്കിവിടെ പ്രൈവറ്റ് DNS എന്ന ഓപ്ഷൻ വരും. അത് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇത് സെലക്ട് ചെയ്തതിനു ശേഷം ഇവിടെ ഈ പ്രൈവറ്റ് DNS എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തതിനു ശേഷം നിങ്ങളുടെ ഫോണിൽ എല്ലാവരുടെയും ഫോണിൽ ഓട്ടോമാറ്റിക് ആയിരിക്കും ഓൺ ആയി കിടക്കുന്നത്. അത് മാറ്റി ഇവിടെ പ്രൈവറ്റ് DNS എന്ന് കൊടുത്തതിന് ശേഷം ഇവിടെ ഈ താഴെ ഭാഗത്ത് കൊണ്ടോ ഇവിടെ dns.ad.com എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം സേവ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക. ഇതിന് ശേഷം നിങ്ങൾ നേരെ ബാക്ക് വരിക. ബാക്ക് വന്നിട്ട് വീണ്ടും നമ്മുടെ സെറ്റിങ്സിൽ കയറിയതിന് ശേഷം താഴോട്ടൊന്ന് സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ നമുക്കിവിടെ ഗൂഗിൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. ആ ഓപ്ഷൻ ഒന്ന് സെലക്ട് ചെയ്യുക. ഇത് ഓപ്ഷൻ സെലക്ട് ചെയ്ത ശേഷം ഓൾ സർവീസസ് എന്ന് പറയുന്ന ഓപ്ഷൻ കണ്ടോ, അത് സെലക്ട് ചെയ്യുക. ഇത് സെലക്ട് ചെയ്തതിന് ശേഷം താഴോട്ടൊന്ന് സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ നമുക്കിവിടെ ആഡ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ പറ്റും. അത് സെലക്ട് ചെയ്യുക. ഇത് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മളിവിടെ ആഡ് പ്രൈവസി എന്ന് പറയുന്ന ഓപ്ഷൻ കണ്ടോ, അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇത് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ആപ്പ് സജസ്റ്റഡ് ആഡ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ പറ്റും. ഇത് സെലക്ട് ചെയ്തതിന് ശേഷം അലോ ആപ്പ് സജസ്റ്റഡ് ആഡ് എന്ന് പറയുന്ന നിങ്ങളുടെ ഫോൺ ഇതേപോലെ ഓൺ ആയിട്ടാണ് കിടക്കുന്നതെങ്കിൽ അത് ഇതേപോലെ അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കുക. ഇത്രയുമാണ് നമുക്ക് ഈ ഗൂഗിൾ സെറ്റിംഗ്സിൽ ചെയ്യേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത്. ഇത് കഴിഞ്ഞാൽ നമുക്ക് പലപ്പോഴും ആഡുകൾ നമ്മുടെ ബ്രൗസറുകളിൽ നിന്ന് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതിനുവേണ്ടി നിങ്ങളുടെ ഫോണിലുള്ള ക്രോം ആപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യുക. ഇത് ഓപ്പൺ ചെയ്തതിന് ശേഷം ഈ 3 ഡോട്ട് കണ്ടോ, അത് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. ഇത് ഓപ്പൺ ചെയ്തതിന് ശേഷം താഴോട്ട് ഒന്ന് സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ നമുക്കിവിടെ സൈറ്റ് സെറ്റിംഗ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ പറ്റും. ഈ സൈറ്റ് സെറ്റിംഗ്സ് ഒന്ന് സെലക്ട് ചെയ്യുക. ഇവിടെ നമുക്ക് 3 സെറ്റിംഗ്സുകളാണ് മാറ്റേണ്ടതായിട്ടുള്ളത്. ഒന്ന് ഇവിടെ കിടന്ന നോട്ടിഫിക്കേഷൻ, 2 താഴോട്ടൊന്ന് സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ ഇവിടെ നമുക്ക് പോപ്പപ്പ് ആൻഡ് റീഡയറക്റ്റ്, അതിന് താഴെയുള്ള ഇൻട്രൂസീവ് ആണ്. ഈ 3 എണ്ണവും നമ്മൾ ഓഫ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇതിനുവേണ്ടി ആദ്യം നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്യുക. ഇവിടുത്തെ ആദ്യത്തെ ഓപ്ഷനായിരിക്കും നിങ്ങളുടെ ഫോൺ ഓൺ ആയി കിടക്കുന്നത്. അത് ഡോണ്ട് അലൗ സൈറ്റ് ടു സെൻഡ് നോട്ടിഫിക്കേഷൻ, അത് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ബാക്ക് വരിക, നേരെ താഴോട്ട് വരിക. താഴോട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ ഇവിടുത്തെ ഈ പോപ്പപ്സ് ആൻഡ് ഡയറക്ട്സ് അതിൽ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അവിടെയും ഈ രണ്ടാമത്തെ ഓപ്ഷൻ ഡോണ്ട് അലൗ, അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. വീണ്ടും ബാക്ക് വരിക. നമുക്ക് എന്നിട്ട് ഇവിടെ തൊട്ട് താഴെയായിട്ട് വീണ്ടും ഇൻട്രൂസീവ് ആഡ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ പറ്റും. അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അവിടെയും ഈ രണ്ടാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ഫോണിലേക്ക് ഒരു 95% അനാവശ്യ പരസ്യങ്ങൾ ഒന്നും തന്നെ വരാതെയാവും. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങളത് ഉപയോഗമാണെന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഇത്ര ഉപകാരപ്രദമായ വീഡിയോ